മുഖ്യമന്ത്രിയുടെ സുരക്ഷ അതുതന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രതിപക്ഷമടക്കം ഉയർത്തിക്കാട്ടുന്ന ഒരു ആയുധം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കരുതൽ തടങ്കൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരുടെയും. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാട്ടാനുള്ള സാധ്യതയെ തുടർന്ന് തളിപ്പറമ്പിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സുരാജ്, ഇർഷാദ്, സായൂജ് എന്നിവരെയാണ് കരുതൽ തടങ്കലിലാക്കിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ മനോജ് മയിൽ ചേരുന്നു. മനോജ്, മുഖ്യമന്ത്രിയുടെ ഈ ഒരു സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ കരുതൽ തടങ്കൽ നടപടികളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിശദാംശങ്ങൾ? ഭദ്ര, 3 പേർ കരുതൽ തടങ്കലിൽ എന്നത് മാറിയിരിക്കുന്നു. 7 പേരെ കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിച്ച വിവരം. ഈ തളിപ്പറമ്പിന് പുറമെ പയ്യന്നൂരിൽ നിന്നും 2 പേരെ കരുതൽ തടങ്കലിൽ ആക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കരുതിയാണ് പോലീസിന്റെ ഈ നടപടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം രാഹുൽ ദാമോദരൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് CK സായൂജ്, സെക്രട്ടറിമാരായ KV സുരാഗ്, ഇർഷാദ്, മുരളി പൂക്കോത്ത് എന്നിവരെയാണ് തളിപ്പറമ്പ് പോലീസ് പിടികൂടിയത്. അതോടൊപ്പം തന്നെ പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ആകാശ്, ഭരത് എന്നീ 2 പേരെയും കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇപ്പോൾ 7 പേരെ കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. കാസർകോട്ടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ വീട്ടിൽ നിന്നും പോയത്. തളിപ്പറമ്പ് വഴി, അത് മയ്യിൽ നണിച്ചേരി കടവ് പാലം വഴി തളിപ്പറമ്പിലേക്കാണ് മുഖ്യമന്ത്രി പോയത്. തളിപ്പറമ്പ് വഴി ഹൈവേ വഴി കാസർഗോഡ് ചീമേനിയിലാണ് മുഖ്യമന്ത്രിക്ക് ആദ്യത്തെ പരിപാടി. ഏതായാലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ മുഖ്യമന്ത്രിയുടെ സഞ്ചാര പാതയിലെല്ലാം തന്നെ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. കരിങ്കൊടി കാട്ടാനുള്ള ഒരു ശ്രമം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ ശക്തമായ ഒരു നിയന്ത്രണം എല്ലാ ഇടങ്ങളിലും ഉള്ളതിനാൽ ഇതുവരെ ഇപ്പോഴേതാണ്ട് തളിപ്പറമ്പ് ഭാഗത്തേക്ക് മുഖ്യമന്ത്രി എത്താറായിട്ടുണ്ട്. ഈ സമയം വരെ എവിടെയും കരിങ്കൊടി കാട്ടിയതായുള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പല സ്ക്വാഡുകളായി തിരിഞ്ഞ് കരിങ്കൊടി കാട്ടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പോലീസ് അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് മുഖ്യമന്ത്രിക്കായി ഒരുക്കിയിട്ടുള്ളത്. കാസർകോട്ടും സമാനമായ ഒരു സാഹചര്യം തന്നെയാണുള്ളതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിലും പറയുന്നത്. ഭദ്ര. ശരി, മനോജ് മയിലാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും സംസ്ഥാനത്ത് കരുതൽ തടങ്കൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാട്ടാനുള്ള സാധ്യതയെ തുടർന്ന് തളിപ്പറമ്പിൽ അടക്കം കണ്ണൂർ ജില്ലയിൽ 7 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സുരാജ്, ഇർഷാദ്, സായൂജ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയാണ് ഇപ്പോൾ തടങ്കലിലാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി കാസർകോട്ടേക്ക് കാർ മാർഗം യാത്ര ചെയ്യുമ്പോൾ അതിന് തടസ്സം വരരുത് എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് മനോജ് മയിലാണ്.